السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله كان إن يريد الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. وقال نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الدنيا كلها متاع بخير متاع الدنيا المرء الصالحة شفيع الورى محمد مصطفى. يا صاحب البعض كل ناصرين يا مطلب الحاجات عبد القادر يا قادر يا قادر يا شيخ محي الدين عبد القادر. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ റഫീഖ് ഉസ്താദ്, അതുപോലെ മറ്റു ഉസ്താദുമാർ, നാസർ ഉസ്താദ്, സൈദുൽ ഉസ്താദ്, മുസ്തഫ തങ്ങൾ, ഷഫീഖ് തങ്ങൾ, എൻ്റെ വാപ്പമാര്, എൻ്റെ ജ്യേഷ്ഠന്മാര്, എൻ്റെ അനുജന്മാര്, എൻ്റെ ഉമ്മമാര്, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ കൊച്ചു അനുജത്തിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊടും ചൂടത്തും രോഗങ്ങൾ വകവെക്കാതെ, അസുഖങ്ങൾ വകവെക്കാതെ, കിലോമീറ്ററുകൾ വകവെക്കാതെ ഈ സദസ്സിലേക്ക് ഓടി വന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഒരുപാട് പേര് നല്ലോണം വിയർക്കുന്നുണ്ട്. ചൂടെടുത്തിട്ട് നമ്മൾ കൊടുത്ത നോട്ടീസ് കൊണ്ട് അവര് കൊണ്ടുവന്ന പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്ക, നമ്മൾ ഇത്രയും കിലോമീറ്റർ അപ്പുറത്താണ് ആകാറിലെ ചൂട്. നാളെ മനുഷ്യരുടെ അവസ്ഥ എന്തായാലും അല്ലേ? ഒരു ചന്തക നമുക്ക് അല്ലാഹുവിനെ ഒരു മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു രംഗം. എല്ലാവർക്കും ചൂടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊടും ചൂടിൽ നിൽക്കുന്ന അല്ലാഹു അവരുടെ ചർമ്മത്തിന് അല്ലാഹു നല്ല സൗന്ദര്യം അല്ലാഹു നൽകട്ടെ. നമ്മളിങ്ങനെ വേർക്കുന്നുണ്ടല്ലോ അല്ലേ? മൊത്തം ഇങ്ങനെ വേർക്കണം. അല്ലാഹു നല്ല സൗന്ദര്യം അല്ലാഹു നൽകട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ നിന്ന് വരുമ്പോ കുട കൊണ്ടുവരണം. പക്ഷെ മനസ്സിലായി എത്ര വീട്ടിൽ കുടണ്ട് പക്ഷെ മനസ്സിലായി അല്ലേ? ഇപ്പൊ ശരിക്കും ഇവിടെ ഫർദ കച്ചവടം മറ്റുള്ള കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം കുറച്ച് കുട കൊടുന്ന് വെച്ചൊക്കെ കച്ചവടം ചിലവാ തമാശ കേട്ടോ. എന്നോട് പല ആളുകളും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടിമമാരുടെ ഫോൺ ഉണ്ടാവും. മജ്‌ലിസ് വെച്ചാൽ മതിയോ, തേൻ വെച്ചാൽ മതിയോ, സീറ്റില്ല. ഞാൻ പറയും മാണിക്കൊക്കെ അല്ലേ ചീത്ത പറയല്ലേ, ഇത്ര ആള് വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അതെന്താ നൂറ് തങ്ങളെ മജ്‌ലിസ് അല്ലേ, ആള് വരാതെ ഇപ്പൊ എന്നോട് എല്ലാ പറഞ്ഞ കുറച്ച് ആൾക്കാർ എന്താ തങ്ങള്. ഞാൻ പറഞ്ഞു 14,000 സീറ്റ് ഇവിടെ ഉണ്ട്. 1.5 ഏക്കർ ഡബ്ബറുണ്ട്. ഡബ്ബർ ഫുള്ളാണ്. ഡബ്ബർ ഫുള്ളാണ്. ഒരു സ്ക്രീൻ ഉണ്ടോ ഡബ്ബറില്? ആ 1.5 ഏക്കർ ഡബ്ബറും ഫുള്ളാണ്, ഇവിടെയും ഫുള്ളാണ്. എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ഞാൻ അറിയില്ല. അല്ലാഹു എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളാണ്. നരകം അല്ലാഹു ഹറാമാക്കട്ടെ, സ്വർഗ്ഗം അല്ലാഹു വാജിബാക്കട്ടെ. എപ്പോഴും ദ്വാരിക്കണം, എപ്പോഴും ദ്വാരിക്കണം. അല്ലാഹുവിനോട് ദ്വാരിക്കണം. അല്ലാഹുവിനോട് ദുനിയാവില് കുറച്ച് കാലമേ നമ്മൾ ജീവിക്കുകയുള്ളൂ. ഒരു 63 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം അതിൽ കൂടുതൽ മനുഷ്യന്മാർ ജീവിക്കൂല.
ബാക്കിയുള്ള ജീവിതം നമ്മൾക്ക് മനുഷ്യരയിലാണ്, പിന്നെ ഖബറിലാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഓർമ്മയില്ലേ? എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ദ്വാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ദ്വാരിക്കണം ഒന്ന് പെട്ടെന്നുള്ള മരണം അല്ലേ? രണ്ടാമതാണ് രോഗത്തെ കുറിച്ച് നിങ്ങൾ അതിനുള്ള രണ്ട് സംഭവം. എന്റെ പഞ്ചായത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് ഒരു 10 ആളെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഈ പഞ്ചായത്ത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. കഴിഞ്ഞ മാസം ഈ മജലിസിൽ പങ്കെടുത്ത് എത്ര പേര് മരിച്ചിട്ടില്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. എന്നെ എന്നും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്കറിയാം, യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ എല്ലാവരും കേൾക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും തൊഴിലുറപ്പിന്റെ പണിക്ക് പോയാലും കല്യാണത്തിന് പോയാലും മരിച്ച വീട്ടിൽ പോയാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ചർച്ച ഹബീബ് തങ്ങളാണ്. അല്ലേ അല്ലേ? ശരിയല്ലേ? അല്ലാഹുവില്ലാത്ത പരീക്ഷണമാണ്, ചെറിയ പരീക്ഷണമല്ല അല്ലാഹു തന്നത്. അല്ലാഹു തന്നത് ചെറിയ പരീക്ഷണമല്ല. അറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് ദൂരത്ത് നിന്ന് വന്നിട്ട് ഇൽമിന്റെ സദസ്സാണ്. അല്ലാഹുവേ, ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ ദിയാഇൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പൂന്തോപ്പാണ്. അല്ലേ? ഇൽമിന്റെ മജ്ലിസ്. അപ്പോൾ ഇത് കറക്റ്റ് കേൾക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എത്ര ആക്ഷേപങ്ങളാണ്, എത്ര പേരാണ് കല്ലെന്ന് വിളിച്ചത്. എന്നോട് പറയാം, കല്യാണത്തിന് പോയാൽ നൂറെ ഹബീബ് തങ്ങളാണ്, മരണ വീട്ടിൽ പോയാൽ നൂറെ ഹബീബ് തങ്ങളാണ്. ബസ്സിൽ യാത്ര ചെയ്ത് കൊടക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്താൽ ബസ്സിന്റെ കണ്ടക്ടർ പറയുന്നതും ഇരുത്തിരിക്കുന്ന ആള് പറയുന്നതും അയാള് കള്ളനാണ്. സുബ്ഹാനല്ലാഹ്, യൂട്യൂബ് തുറന്നാലും എന്നറിയാത്ത ഏതോ നാട്ടുകാര് ആരൊക്കെയുണ്ടോ പറഞ്ഞു കൊടുത്തിട്ട് ഒരര മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് മേലെ കൊടക്കാവിന്റെ മണ്ണിൽ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് കള്ളനാണ്. ഇന്ന് മിഞ്ഞാന്ന് 3 ഉമ്മമാര് വന്നു. 3 ഉമ്മമാര്. എന്നിട്ട് ഉമ്മമാരോട് കൊടക്കാട്ടിൽ ടിക്കറ്റ് എടുത്തപ്പോ പറയാൻ, ആ തങ്ങളെടുക്കായിരിക്കില്ല, അയാൾ കള്ളനാ, പിന്നെ ഇതിനങ്ങോട്ട് പോണെന്ന് വെച്ചു. ഉമ്മമാർ അല്ലാഹു ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മ പറഞ്ഞ കുട്ടി കള്ളനാണെങ്കിൽ അത് ചെല്ലുന്ന സലാത്തിന് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഒന്നും മതിയില്ല. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഇരുന്നാലും ഇപ്പോൾ ടിക്കറ്റ് മേടിക്കില്ല. കുട്ടിന്റെ അവസ്ഥ മിനിഞ്ഞാന്ന് ദിവസം 2 വെള്ളിയാഴ്ച ഞാൻ വ്യക്തിയുമായി വന്നവനാണ്. ഈ പിഞ്ചു മക്കളുണ്ടല്ലോ, അഞ്ചുമാര് ഓരെത്തിങ്ങനെ പഠിക്കുമ്പോഴേ എല്ലാ മക്കളെ കാണാൻ ഒരു അമ്മമാര് വരും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും ബിസ്ക്കറ്റ് കൊടുക്കും, ഞങ്ങൾക്ക് വരാനും അല്ലേ. എന്നിട്ട് ഞാൻ കലണ്ടർ വെക്കാൻ പോകും. കലണ്ടർ വെക്കാൻ അങ്ങനെ കലണ്ടർ വെച്ചിട്ട് കിട്ടുന്ന പൈസകളാണ് എന്റെ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്. അന്ന് ഞാൻ എന്ത് ശർക്കര ആരുണ്ടായിട്ടില്ല. സന്തോഷം. ഈ അന്യന്മാർക്ക് ഒരുപാട് എല്ലാ മാസം റമദാനിന് എത്തിങ്ങാനില് പിന്നെ കൂട്ടും. ഒരു മാസം എല്ലാവർക്കും പോകാം. പക്ഷെ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മുട്ടായി മറ്റുള്ള ഉമ്മമാർക്ക് കൊടുത്തിട്ട് ഓരോ മക്കൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് ഉമ്മാനെ വേറെ കെട്ടിച്ചു. ആരും നോക്കാൻ കഴിച്ചില്ല. അങ്ങനൊക്കെ കഷ്ടപ്പെട്ടു വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടില് അങ്ങനെ ഞാനിങ്ങനെ പോവുക ചെറുപ്പത്തിൽ. അങ്ങനെ ഒരു വീട്ടിൽ വാർപ്പിട്ട വീട്ടിൽ മക്കൾ കളിക്കുന്നുണ്ട്.
കുറെ കുട്ടികൾ നല്ല മിഠായി ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറച്ചുകൂടെ കുട്ടികൾ നിലത്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കി തിന്നായിട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു വന്നതാണ്. ഇത്തരം അനുജന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശബ്ദങ്ങളും പുസ്തകങ്ങളും സാഹിത്യങ്ങളും ആരും ഞങ്ങളെ നോക്കാതെ ആരും ഞങ്ങൾ സന്തോഷത്തിൽ ഇപ്പൊ ഞങ്ങൾ വലിയ സന്തോഷം ആരും നോക്കാൻ റമളാൻ മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് കാര്യം ആരും കൊണ്ടുപോയല്ലോ. അങ്ങനെ ഞാൻ എത്തിയെങ്കിലാണ് ഇന്ന് കലണ്ടർ നോക്കാൻ പോകാം. ആ കലണ്ടർ വിറ്റ് കിട്ടുന്ന പൈസ ഞാൻ എൻ്റെ മക്കൾക്ക് കൊണ്ട് ശർക്കര പേര് കൊണ്ട് അങ്ങനെ അതുകൊണ്ട് എനിക്ക് എത്തീമിന്റെ വില അറിയാം. എത്തീമിന്റെ വില എനിക്കറിയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നേരത്തെ വെള്ളിയാഴ്ച ഒരാളിന്റെ അടുത്ത് കൊടുന്ന് വന്നിട്ട് ഇവിടെ വലിയൊരു സംഖ്യ ഏൽപ്പിച്ചു. ഒരു സംഖ്യ ഏൽപ്പിച്ചു എന്റെ കയ്യിൽ ഒരാൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പൈസ നിങ്ങളിപ്പോ എത്തിയ മക്കൾക്ക് കൊടുക്കണം. ഈ പണം നിങ്ങൾ എത്തിയ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ തെറിയാൻ ഞാൻ ഒരുപാട് ബാധ്യതയുള്ള മനുഷ്യനാണ്. ഈ മക്കളും അത് ഒരുപാട് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വേറെ ആളുകൾ അല്ല, തങ്ങൾക്ക് ഇത് വിൽക്കാത്തൊരു സ്ഥലം വിറ്റിട്ട് കിട്ടിയതാണ്. നല്ലൊരു സംഖ്യയാണ്, ഏകദേശം നല്ലൊരു സംഖ്യ. അങ്ങനെ ഞാൻ എനിക്ക് വിശ്വാസമാണെങ്കിൽ ഇതൊരു തന്നോളിന്നാണ്. അങ്ങനെ തന്നു. ഞാനതൊരു ജ്വല്ലറി കൊണ്ടുപോയിട്ട് ചോദിച്ചു, എത്ര ഉറുപ്പ്യ കിട്ടും ഒരു മാസം? എത്ര ഉറുപ്പ്യ കിട്ടുന്ന? അപ്പൊ ഞാൻ